സ്കോഡയുടെ ഏറ്റവും പുതിയ സബ് 4 മീറ്റർ SUV ആയിട്ടുള്ള കൈലാക്കാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പേര് തന്നെയാണ് ഒരു മലയാളി ഇട്ട പേരാണ്. സോ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇത് പറയാനുള്ള വെച്ചാൽ ഈ വാഹനം നിർമ്മിച്ചിട്ടുള്ളത് MQB-AOIN പ്ലാറ്റ്ഫോമിലാണ്. അതായത് സ്കോഡ തന്നെ സ്ലാവിയ കുഷാക്ക് നിർമ്മിച്ച സെയിം പ്ലാറ്റ്ഫോമാണ്. സോ സേഫ്റ്റിയുടെ കേസിൽ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുഷാക്കുമായിട്ട് സാമ്യം നൽകും. പ്രത്യേകിച്ച് ഈ വാഹനത്തിൻ്റെ ഈ രസകരമായിട്ടുള്ള ആ ഒരു ഗ്രിൽ, അതുപോലെ തന്നെ നമുക്കിവിടെ DRLs കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്കോഡ ക്രിസ്റ്റൽ ലൈറ്റിംഗ്, അത് പ്രോപ്പർ LED ലൈറ്റിംഗ് ആണ്. ബമ്പേഴ്സ് ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഫിനിഷിൽ. അത് മാത്രമല്ല ബമ്പേഴ്സിൻ്റെ ഈ ഒരു എൻഡിൽ 3D എഫക്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ദൂരത്ത് കാണുമ്പോൾ അത് ഹണികോം പോലെ തോന്നും, അടുത്ത് വരുമ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു പാറ്റനൈസേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട്. ബോർഡിനകത്ത് നോക്കുകയാണെങ്കിൽ കുഷാക്കിൽ കണ്ട പോലെ തന്നെ 2 ക്രീസസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വാഹനം കാണാനുള്ള ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ സ്കോഡയുടെ ലോഗോയും കൂടിയുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു വാഹനം സബ് 4 മീറ്റർ SUV ആണ്. അതായത് 4 മീറ്ററിൻ്റെ താഴെയാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. ഇനി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വെറും 87 mm മാത്രമേ ഈ വാഹനത്തിന് കുറവുള്ളൂ. ഇതെല്ലാം ഞാൻ അകത്ത് പോയി ഇരുന്ന് കാണിച്ചു തരാം. ഇനി ടയർ സൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 17 ഇഞ്ചാണ്. രസകരമായിട്ടുള്ള അലോയ് പാറ്റേൺസ് ആണ്. ഇവിടെയൊക്കെ കാണുന്ന സംഭവം ഈ വാഹനത്തിന് കുറച്ചും കൂടി SUV ലുക്ക് നൽകും. ഇത് ഈ വാഹനത്തിന് കുറച്ചും കൂടി പ്രോംപ്റ്റ് ആക്കുന്നുണ്ട്, അത് കുറച്ചും കൂടി ബൾജി ആക്കുന്നുണ്ട് പറയാം. അപ്പോൾ സബ് 4 മീറ്റർ SUV ആകുമ്പോൾ ഉറപ്പായിട്ടും ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വാഹനത്തിനകത്ത് വരുന്നത് 189 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഏകദേശം 200 mm ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മുടെ റോഡ് കണ്ടീഷൻസിൽ ഈ വാഹനം സുഖമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ഏരിയ. ശരിക്കും പറഞ്ഞാൽ A പില്ലർ B പില്ലർ ശേഷം ഈ ഒരു C പില്ലർ ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും ഈ ഒരു വാഹനത്തിനെ വെട്ടി ചെറുതാക്കിയൊരു ഫീൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം നമുക്ക് റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 3D ടെയിൽ ലാംപ്സ് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ഇത് കണക്റ്റഡ് അല്ല, പക്ഷേ ഇവിടെ നമുക്ക് സ്കോഡയുടെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. സ്കോഡ കൈലാക്കിൻ്റെ അകത്ത് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടില്ല. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ വാഹനത്തിൽ വരുന്നത് ഈ ഒരു സ്പോയിലറും അതുപോലെ തന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന. ഇപ്പോൾ നോർമലി നമുക്ക് വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. കൈലാക്കിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ബമ്പേഴ്സ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. സെൻസേഴ്സ് ഉണ്ട്, അതായത് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം വാഹനം സബ് 4 മീറ്റർ ആയപ്പോൾ ബാക്കിൽ സ്പേസ് ഉണ്ടോയെന്നാണ്. അപ്പോൾ ആക്ച്വലി നമുക്കിത് തുറന്നു നോക്കാം. വാവ്! അപ്പോൾ ആക്ച്വലി ഈ വാഹനത്തിനകത്ത് മോർ ദൻ 400 ലിറ്റർ ഓഫ് സ്പേസ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. പ്രത്യേകിച്ച് ഇവിടെ നമുക്കൊരു ലൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. കൈലാക്കിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആക്ച്വലി ഇംപ്രസീവ് ആണ്. അതായത് ഇവിടെ എവിടെയും കോസ്റ്റ് കട്ടിങ് വന്നിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ 8 ഇഞ്ചും ഇവിടെ 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് ഉണ്ട്. ആക്ച്വലി ലെയേർഡ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും. ഈ AC ഒക്കെ നമ്മൾ കുഷാക്കിൽ കണ്ട പോലെ തന്നെയാണ്. AC വെൻസ് ഒക്കെ പ്രോപ്പർ ആ ജർമ്മൻ ഫീൽ ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഉള്ളത് മാനുവലാണ്, ഇതല്ലാതെ ഓട്ടോമാറ്റിക് വേർഷൻ കൂടി അവൈലബിൾ ആണ്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ വാഹനം സ്കോഡയാണ്, സോ സിംപ്ലി ക്ലെവർ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. രസകരമായിട്ടുള്ള സീറ്റ്സ് ആണ്. മാത്രമല്ല ഈ വാഹനത്തിനകത്ത് 2 സീറ്റ്സും ഡ്രൈവറും കോ ഡ്രൈവറും പവേർഡ് ആണ്, വെന്റിലേറ്റഡ് ആണ്. ഇന്ത്യക്കാർക്ക് ഏറ്റവും വേണ്ട സംഭവമാണ് സൺറൂഫ്. സോ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ സൺറൂഫ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിപ്പോൾ എൻ്റെ നോർമൽ ഹൈറ്റ് ആണ്. എൻ്റെ ഹൈറ്റ് 6 feet ആണ്. ഞാനിത് എൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് റിയറിൽ എത്ര സ്പേസ് ഉണ്ട് കൂടി പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് എൻ്റെ ഡ്രൈവിംഗ് കണ്ടീഷനിലാണ്, ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. എനിക്ക് ഇത്രത്തോളം സ്പേസ് ഉണ്ട്. സോ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഈ വാഹനത്തിന് യാത്ര ചെയ്യാൻ പറ്റും, ഒരു സംശയം വേണ്ട. ഇനി അമെനിറ്റീസ് നോക്കുകയാണെങ്കിൽ AC വരുന്നുണ്ട്, USB-C വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ഫ്ലോർ ഭയങ്കര താഴ്ന്നുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ആൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. 3 പേർക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല 3 പേർക്കും 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇരിക്കാൻ? ആക്ച്വലി എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് എൻ്റെ അണ്ടർ തൈ സപ്പോർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ മുകളിലാണ് ഈ വാഹനത്തിൻ്റെ ലൈറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിനകത്ത് സൺറൂഫ് ഉണ്ട്. സോ ഈ ഒരു തല തട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി എൻ്റെ തല ഇവിടെ തട്ടുന്നില്ല. സോ 6 feet വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ വാഹനത്തിൽ ഇരിക്കാൻ പറ്റും. ഇൻക്ലീൻ ആംഗിളും അതിഗംഭീരമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്കോഡയുടെ ഏറ്റവും പുതിയ കൈലാക്കിൻ്റെ വിശേഷങ്ങൾ. കൈലാക്ക് യൂസ് ചെയ്യുന്ന എഞ്ചിൻ ആക്ച്വലി കുഷാക്കിൻ്റെ 1 ലിറ്ററിൻ്റെ സെയിം എഞ്ചിനാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് 1 ലിറ്റർ TSI ആണ്. ഇതിനകത്ത് മാനുവൽ അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വേർഷൻസിൽ ഇത് അവൈലബിൾ ആണ്. ഇനി പവറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 114 PS അതുപോലെ 178 Nm ഓഫ് ടോർക്കാണ്. അത് കാരണം തന്നെ വാഹനത്തിന് വെയിറ്റ് കുറയും. ഓബ്വിയസ്ലി അതെല്ലാം ഫ്യൂൽ എഫിഷ്യൻസി ആയിട്ട് മാറും. അപ്പോൾ കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം നമുക്ക് 20 കിലോമീറ്റർ ഈ വാഹനത്തിനകത്ത് മൈലേജ് പ്രതീക്ഷിക്കും.